ഓക്കെ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇൻകം ടാക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻകം ടാക്സിനകത്ത് എക്സാമിന് റെഗുലർലി സ്ഥിരമായിട്ട് പ്രോബ്ലം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ദാറ്റ് മീൻസ് ഒരു 7 to 10 ഈ ഗ്യാപ്പിനകത്ത് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് ബിസിനസ് റീസ്ട്രക്ചറിങ് ആൻഡ് റീ ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ ഒരു ബിസിനസിൻ്റെ റീസ്ട്രക്ചറിങ്ങിൻ്റെ സമയത്തോ റീ ഓർഗനൈസേഷൻ്റെ സമയത്തോ വരുന്ന ടാക്സിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. മനസ്സിലായി? നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് അമാൽഗമേഷൻ, ഡീമർജർ, സ്ലം സെയിൽ, കൺവേർഷൻ, ബൈബാക്ക്, അങ്ങനെ 5 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ഈ 5ഉം നമ്മുടെ എന്ത് തന്നെയാണ്, നമ്മുടെ ബിസിനസിൻ്റെ നമ്മുടെ ബിസിനസിൻ്റെ റീസ്ട്രക്ചറിങ് തന്നെയാണ്. ഏതൊക്കെയായിരുന്നു? അമാൽഗമേഷൻ, 2 കമ്പനികൾ കൂടിച്ചേരുക, അല്ലെങ്കിൽ ഡീമർജർ, 2നെ സെപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ലം സെയിൽ, ഒരു ബിസിനസിന്റെ ടോട്ടൽ, അല്ലെങ്കിൽ ഈ സ്ലം സെയിൽ അറിയാലോ, ഒന്നിൽ കൂടുതൽ അസറ്റുകളെ ഒറ്റയടിക്ക് അങ്ങ് എടുക്കുക, ഒരു ഡിവിഷനെയോ ഒരു ഡിപ്പാർട്ട്മെന്റിനെയോ പർച്ചേസ് ചെയ്യുക, ഇറ്റ്സ് കോൾഡ് സ്ലം സെയിൽ. അല്ലെങ്കിൽ കൺവേർഷൻ, പ്രൈവറ്റിനെ പബ്ലിക് ആവുകയോ പബ്ലിക്കിനെ പ്രൈവറ്റ് ആക്കുകയോ, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കൺവേർഷൻ. ആൻഡ് ബൈബാക്ക്, ഇഷ്യൂ ചെയ്ത ഷെയർസിനെ തിരിച്ചു വാങ്ങിക്കുന്ന പ്രോസസ്, ബൈബാക്ക് ഓഫ് ഷെയർസ്. ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 5 കാര്യങ്ങളല്ല, ഈ 5 കാര്യങ്ങൾ കയറി വരുന്ന നേരത്തെ ഉണ്ടാവുന്ന ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ്, ടാക്സിന്റെ ട്രീറ്റ്മെന്റ്. അതിനകത്ത് ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് പറയുന്നത് അമാൽഗമേഷൻ ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, അമാൽഗമേഷൻ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെഫിനിഷൻ, സെക്ഷൻ 2 സബ്സെക്ഷൻ 1b, അമാൽഗമേഷൻ ഇൻ റിലേഷൻ ടു ദ കമ്പനി മീൻസ് the merger of one or more companies with another company or the merger of 2 or more companies to form one company. മനസ്സിലായോ? എങ്ങനെയായിരുന്നു? ദ മെർജർ ഓഫ് 1 or more companies with another company, ഒരു കമ്പനി വേറൊരു കമ്പനിയായിട്ട് കൂടിച്ചേരുന്നതിനെ നമ്മൾ അമാൽഗമേഷൻ എന്നാണ് പറയുന്നത്. ആൻഡ് ദ മെർജർ ഓഫ് 2 or more companies to form one company, 2 കമ്പനികൾ കൂടിച്ചേർന്ന് പുതിയൊരു കമ്പനി ഉണ്ടാവുകയാണ്. അതിനെ നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്? അമാൽഗമേഷൻ എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത്. ഇനി ഇൻ സച്ച് എ മാനർ ദാറ്റ്, അതിന് കുറച്ച് കണ്ടീഷൻസ് കൂടെ പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ 2 കമ്പനികൾ കൂടി ചേരുമ്പോൾ പുതിയ കമ്പനി ഉണ്ടാവുകയും ഒരു കമ്പനി ചേർന്ന് വേറൊരു കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യുമ്പോഴും ഇത് മാത്രമല്ല, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഒറ്റയടിക്ക് അമാൽഗമേഷൻ എന്ന് പറയാനും പാടില്ല. ഇൻ സച്ച് എ മാനർ ദാറ്റ് മീൻസ് അവിടെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. കണ്ടീഷൻ നമ്പർ 1, ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ അമാൽഗമേറ്റിംഗ് കമ്പനി ഓർ കമ്പനീസ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ അമാൽഗമേഷൻ ബിക്കംസ് ദ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ അമാൽഗമേറ്റഡ് കമ്പനി. അമാൽഗമേറ്റിംഗ് കമ്പനിയും അമാൽഗമേറ്റഡ് കമ്പനിയും, മനസ്സിലായി? സോ ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ അമാൽഗമേറ്റിംഗ് കമ്പനി becomes before the amalgamation becomes the asset and liabilities of the amalgamated company. Amalgamating companyയുടെ asset and liabilitiesum എന്ത് ചെയ്യണം? Amalgamated companyയുടെ ആവണം. And the second one, the shareholders both equity and preference holding not less than 75% value of its shares in the amalgamating company or companies, other than shares already held therein immediately before the amalgamation or by the nominee or the amalgamated or its subsidiary becomes the shareholders of the amalgamated company. അതായത് എല്ലാ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്, എല്ലാ അസറ്റും ലൈബിലിറ്റീസും അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ എല്ലാ അസറ്റും ലൈബിലിറ്റീസും അമാൽഗമേറ്റഡ് കമ്പനിയുടെ ആവണം. കൂടാതെ 75% ഇൻ വാല്യൂ, ഓർത്ത് വെക്കണം. 75% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്നല്ല ഞാൻ പറഞ്ഞേ, 75% ഓഫ് വാല്യൂ. ഏതൊക്കെയാ? ഇക്വിറ്റിയും പ്രിഫറൻസും കൂടെ കൂട്ടുമ്പോൾ വരുന്ന 75% ഓഫ് വാല്യൂ എന്താവണം? അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ നിന്ന് ഏതിലോട്ട് കൊണ്ടുവരണം? ഏതിലോട്ടാവണം? അമാൽഗമേറ്റഡ് കമ്പനിയിലോട്ടാവണം. അതായത് ആ 75% വാല്യൂ വരുന്ന ഷെയർ ഹോൾഡേഴ്സ് അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ നിന്നും ഏതിലോട്ട് പോകണം? അമാൽഗമേറ്റഡ് കമ്പനിയിലോട്ട് പോകണം. മനസ്സിലായോ? ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ 2 കമ്പനി അല്ലെങ്കിൽ ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അമാൽഗമേഷൻ എന്ന് പറയുന്നത്. സോ സെക്ഷൻ 2IB പ്രകാരം അമാൽഗമേഷൻ എന്ന് പറഞ്ഞ 2 സിറ്റുവേഷൻ ആയിരുന്നു. എന്തായിരുന്നു? ഒരു കമ്പനി വേറൊരു കമ്പനിയായിട്ട് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ 2 കമ്പനികളും കൂടെ കൂടിച്ചേർന്ന് പുതിയൊരു കമ്പനി ഉണ്ടാവുക. ഇത് 2 അമാൽഗമേഷൻ ആണ് അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ്. 2 കണ്ടീഷൻസ്. ദ ഫസ്റ്റ് വൺ, ഓൾ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ അമാൽഗമേറ്റിംഗ് കമ്പനി ബിക്കംസ് എ പാർട്ട് ഓഫ് അമാൽഗമേഷൻ. എപ്പോഴാ? ബിഫോർ ദ അമാൽഗമേഷൻ. മനസ്സിലായി? അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ അസറ്റ്സും ലൈബിലിറ്റീസും എല്ലാം അമാൽഗമേറ്റഡ് കമ്പനിയുടെ ആവണം. കൂടാതെ അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ നിലവിലുള്ള 75% ഷെയർസ് ഇൻ വാല്യൂ, എപ്പോഴും തെറ്റിക്കുന്ന ഒരു സാധനം അത്. 75% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അല്ല, 75% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ വാല്യൂ. അത് അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ നിന്ന് ആരുടെ ആവണം? അമാൽഗമേറ്റഡ് കമ്പനിയുടെ ആവണം. ഇനി ഒരു കാര്യം കൂടെ നോക്കി, എക്സംഷൻ. ദ ഫോളോയിങ് മെർജർ ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് അമാൽഗമേഷൻ. ഈ 2 കേസ് നമ്മളോട് പറയുന്നുണ്ട്. അവിടെ 2 സ്ഥലങ്ങളിലും നമുക്ക് അമാൽഗമേഷൻ ആണെങ്കിലും അതിനെ അമാൽഗമേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മെർജർ ആണെങ്കിലും അതിനെ അമാൽഗമേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. The first one, merger as a result of acquisition of the property of one company by another company pursuant to the purchase of such property by the other company. മനസ്സിലായി? ഡയറക്റ്റ് ആയിട്ട് ഒരു കമ്പനീനെ വേറൊരു കമ്പനി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല? അമാൽഗമേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല.
and merger as a result of distribution of such a property to the other company after the winding up the first mentioned company. ഒരു കമ്പനി ഇല്ലാതെ അത് വൈൻഡിങ് അപ്പ് ചെയ്ത് അതിന്റെ പ്രോപ്പർട്ടീസ് വേറൊരു കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല, അമാൽഗമേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാക്സ് എഫക്റ്റ് ആണ്. ഏതിൻ്റെ? ബിസിനസ് റീഓർഗനൈസേഷൻ ഓർ റീസ്ട്രക്ചറിങ് വരുന്ന നേരത്തെ ഉണ്ടാകുന്ന ടാക്സ് എഫക്ട്സുകളെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ അമാൽഗമേഷൻ ആണ്. അമാൽഗമേഷൻ എന്താണെന്ന് പറഞ്ഞു. അമാൽഗമേഷൻ ആവണമെങ്കിൽ 2 കണ്ടീഷൻസും നമ്മൾ പറഞ്ഞു അല്ലേ, 2 കണ്ടീഷൻസ് പറഞ്ഞു. ഇനി നോക്കി അമാൽഗമേഷന്റെ ടാക്സ് ട്രീറ്റ്മെന്റുകളെ കുറിച്ച് പറയാം. അതിനു മുമ്പ് എവിടെയൊക്കെ ആയിരിക്കും ഇതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റുകൾ വരണേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ കൈവശമുള്ള അസറ്റും ലൈബിലിറ്റീസും അമാൽഗമേറ്റഡ് കമ്പനി ഏറ്റെടുത്തുകൊണ്ട് പോയി. ചുമ്മാതല്ലല്ലോ, അവർക്ക് എന്ത് കൊടുക്കും? കൺസിഡറേഷൻ കൊടുക്കും അല്ലേ. സോ അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ പേരിലുള്ള അസറ്റും ലൈബിലിറ്റീസും ഇപ്പൊ അമാൽഗമേറ്റഡ് കമ്പനിയുടെ പേരിലോട്ടായി. സോ അവിടെ ഒരു ട്രാൻസ്ഫർ അല്ലേ നടക്കണേ അല്ലേ? നമ്മുടെ കൈവശമുള്ള അസറ്റും ലൈബിലിറ്റീസും നമ്മൾ വേറൊരു വിലക്കാണ് വിൽക്കണേ. സോ അവിടെ ഒരു ടാക്സ് എഫക്ട് വരും. മനസ്സിലായി? ഇങ്ങനെ കൈവശം വെച്ചിരിക്കുന്ന അസറ്റും ലൈബിലിറ്റീസും, അതായത് അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ കൈവശത്തിലുണ്ടായിരുന്നത് അവരൊരു നെറ്റ് കൺസിഡറേഷൻ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയി, അതിപ്പോൾ അമാൽഗമേറ്റഡ് കമ്പനിയുടെ ആയി. ഇനി അത് സെയിൽ ചെയ്യുന്ന നേരത്ത് അല്ലേ, അത് സെയിൽ ചെയ്യുന്ന നേരത്ത് അവർക്ക് പ്രോഫിറ്റബിൾ ആണെങ്കിൽ അതിനൊരു ടാക്സ് എഫക്ട് വരും. ഇവിടുന്ന് കൊണ്ടുപോയ അസറ്റും ലൈബിലിറ്റീസും അവിടെ സ്ഥിരമായിട്ട് സൂക്ഷിച്ചു വെക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവരത് ഭാവിയിൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ ആ സെയിൽ ചെയ്യുന്നത് പ്രോഫിറ്റബിളിനകത്താണെങ്കിൽ അതിനൊരു ടാക്സ് എഫക്ട് വരും. ആൻഡ് ദ തേർഡ് വൺ, ഇമ്പോർട്ടൻറ്റ് വൺ, ഇപ്പോൾ നമ്മൾ ആരുടെ ഷെയർ ഹോൾഡേഴ്സാണ്? അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സാണ് അല്ലേ. ഇത് നമ്മൾ നാളെ മുതൽ ഇങ്ങനെ ഒരു അമാൽഗമേഷൻ നടക്കുകയാണെങ്കിൽ നാളെ മുതൽ നമ്മൾ പുതിയ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സാണ്. നമ്മുടെ ഷെയർസ് മാറി. സോ അവിടെ നമുക്ക് പ്രോഫിറ്റബിൾ ആണെങ്കിൽ അവിടെ നമുക്ക് ഏത് കയറി വരാനുള്ള സാധ്യതയുണ്ട്? ഈ പറയുന്നത് പോലെ ടാക്സ് എഫക്ട് കയറി വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ എ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആണെന്ന് വിചാരിക്കുക. എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡറാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 300 ഷെയർ ഉണ്ട്. എ ലിമിറ്റഡും ബി ലിമിറ്റഡും കൂടെ ജോയിൻ ചെയ്ത് എ ബി ലിമിറ്റഡ് ആയി. സോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ പർച്ചേസ് ചെയ്ത് എ ലിമിറ്റഡിന്റെ ഷെയറാണ്, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ളത് ഏതിൻ്റെ ഷെയറാണ്? എ ബി ലിമിറ്റഡിന്റെ ഷെയറാണ് അല്ലേ. സോ നമ്മുടെ ഷെയറിന്റെ സ്വഭാവം മാറി. സോ ആ ഒരു ട്രാൻസാക്ഷൻസിനകത്ത് നമുക്ക് ഏത് വരാനുള്ള സാധ്യതയുണ്ട്? ഈ പറയുന്ന ടാക്സ് എഫക്ട് കയറി വരാനുള്ള സാധ്യതയുണ്ട്. സോ അണ്ടർ അമാൽഗമേഷൻ നമുക്ക് 3 സിറ്റുവേഷൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എക്സ്പെഷ്യലി 3 സിറ്റുവേഷൻസ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ എന്നാലും എക്സ്പെഷ്യലി 3 സിറ്റുവേഷൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഒന്ന്, ഈ എക്സാമ്പിൾ പ്രകാരം തന്നെ പോവാം. എ ലിമിറ്റഡും ബി ലിമിറ്റഡും കൂടെ ജോയിൻ ചെയ്ത് എ ബി ലിമിറ്റഡ് ആയി. ദ ഫസ്റ്റ് വൺ, എ ലിമിറ്റഡിന്റെ അസറ്റും ലൈബിലിറ്റീസും ഇപ്പോൾ എ ബി ലിമിറ്റഡിന്റെ പേരിലാണ്. എ ബി ലിമിറ്റഡ് ഒരു നെറ്റ് കൺസിഡറേഷൻ കൊടുത്തിട്ടാണ് ഈ അസറ്റും ലൈബിലിറ്റീസും എടുത്തിരിക്കുന്നത്. സോ അവിടെ ഒരു ടാക്സ് ബെനിഫിറ്റ് വരും, അല്ലെങ്കിൽ അവിടെ ഒരു ടാക്സിന്റെ എഫക്ട് വരും. നമ്പർ 1. ആൻഡ് നമ്പർ 2, ഇപ്പോൾ എ ലിമിറ്റഡിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന അസറ്റും ലൈബിലിറ്റീസും എ ബി ലിമിറ്റഡിന്റെ കയ്യിലാണ്. നാളെ എ ബി ലിമിറ്റഡ് ഇത് സെയിൽ ചെയ്യുന്ന നേരത്ത് അവിടെ എ ബി ലിമിറ്റഡിന് ഒരു ടാക്സ് എഫക്ട് വരും അല്ലേ. ആൻഡ് ദ തേർഡ് വൺ, ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ ലിമിറ്റഡ്. ആഫ്റ്റർ അമാൽഗമേഷൻ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ ലിമിറ്റഡ് എന്ന് പറയുന്നത് മാറി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ ബി ലിമിറ്റഡ് ആവും. സോ അങ്ങനെ വരുന്ന സാഹചര്യം, അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ അത് സെയിൽ ചെയ്യാൻ നേരത്ത്, അല്ലെങ്കിൽ നാളെ ആ ഷെയർ നമ്മൾ സെയിൽ ചെയ്യാൻ നേരത്ത്, ഏതിൻ്റെയാ? എ ബി ലിമിറ്റഡിൻ്റെ ഷെയർ നമ്മൾ നാളെ സെയിൽ ചെയ്യാൻ നേരത്ത് അവിടെ നമുക്കൊരു ടാക്സ് എഫക്ട് വരും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി കോമൺ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കി, അമാൽഗമേഷൻ ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് അമാൽഗമേറ്റിംഗ് കമ്പനി. Amalgamation and shareholders of amalgamating company. Okay, effect of amalgamation on shareholders are as under. The first one, transfer of shares of amalgamating company. Ivade, as per section 47(7), any transfer by a share in scheme of amalgamation of a shares held by him in the amalgamating company is not treated as a transfer and hence not liable to capital gain tax if the following conditions satisfied. A limited shareholder ആഫ്റ്റർ അമാൽഗമേഷൻ എ ബി ലിമിറ്റഡിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആയി. മനസ്സിലായി? ഇതിനെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. എ ലിമിറ്റഡിന്റെ ഷെയർ ഹോൾഡർ ആയിരുന്നു നിങ്ങൾ, ഇപ്പോൾ എ ബി ലിമിറ്റഡിന്റെ ഷെയർ ഹോൾഡർ ആയി. മനസ്സിലായി? പക്ഷേ ഇതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണ്ട? ഇതിനെ ഒരു ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യണ്ട. അതായത് എ ലിമിറ്റഡിന്റെ ഷെയർസ് ആയിരുന്നു നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്, അത് മാറി ഇപ്പോൾ എ ബി ലിമിറ്റഡിന്റെ ഷെയർ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. സോ ഇതിനെ നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട? ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. സെക്ഷൻ 47(7) പ്രകാരം ഇതിനെ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് ദ ഫസ്റ്റ് വൺ, ദ ട്രാൻസ്ഫർ ഈസ് മെയ്ഡ് ഇൻ കൺസിഡറേഷൻ ഓഫ് ദ അലോട്ട്മെന്റ് ടു ഹിം ഓഫ് എനി ഷെയർ ഓർ ഷെയർസ് ഇൻ ദ അമാൽഗമേറ്റഡ് കമ്പനി. ദാറ്റ് മീൻസ് ഇവർക്ക് തിരിച്ചു കിട്ടുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് എ ബി ലിമിറ്റഡിന്റെ എന്തായിരിക്കണം? ഷെയർ ആയിരിക്കും.
എ ലിമിറ്റഡ് എ ബി ലിമിറ്റഡിൻ്റെ ഷെയർ സെയിൽ ചെയ്യുകയല്ല ചെയ്ത്, എ ലിമിറ്റഡ് എ ബി ലിമിറ്റഡിൻ്റെ ഷെയർ ആയിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്തത്. അതായത് എ ലിമിറ്റഡിൻ്റെ ഷെയർ എ ബി ലിമിറ്റഡിന് കൊടുത്തപ്പം പകരം തിരിച്ച് എ ബി ലിമിറ്റഡിൻ്റെ ഷെയർ നമുക്ക് തന്നു. ആൻഡ് നമ്പർ 2, ദ അമാൽഗമേറ്റഡ് കമ്പനി ഈസ് എ ഇന്ത്യൻ കമ്പനി. അതായത് എ ബി ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒരു ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, ഇതിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? എ ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്നു നിങ്ങൾ, ഇപ്പോൾ അത് മാറി എ ബി ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആയി. രണ്ട് കണ്ടീഷൻസ്, എ ബി ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് എ ബി ലിമിറ്റഡിൻ്റെ ഷെയർസും ആണ്. ഈ രണ്ട് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ ഈ പ്രോസസ്സിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് നമ്പർ 2, ദ കോസ്റ്റ് ഓഫ് ഷെയർസ് ഇൻ ദ അമാൽഗമേറ്റഡ് കമ്പനി. Okay, the cost of shares in the amalgamated company shall be deemed to be the cost of shares in the amalgamating company. മനസ്സിലായി? എങ്ങനെയായിരുന്നു? The cost of shares in amalgamating company shall be deemed to be the cost of shares in the amalgamated തന്നെയാണ് amalgamated company. അതായത് നാളെ നിങ്ങൾ ഈ ഷെയർ സെയിൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഏതാ? എ ബി ലിമിറ്റഡിന്റെ ഷെയർ സെയിൽ ചെയ്യാൻ പോവുക. സോ സെയിൽ പ്രൈസിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യണ്ടേ? എ ബി ലിമിറ്റഡിൻ്റെ ഷെയർസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്, ആണോ? എ ബി ലിമിറ്റഡിൻ്റെ ഷെയർ നിങ്ങൾ സെയിൽ ചെയ്യാൻ പോവുക. സെയിൽ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്ന സാധനം മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾ എ ബി ലിമിറ്റഡിൻ്റെ ഷെയർ അല്ല വാങ്ങിച്ചേ, നിങ്ങൾ ഏതിൻ്റെ ഷെയറാണ് വാങ്ങിച്ചേ? എ ലിമിറ്റഡിൻ്റെ ഷെയർ ആണ് വാങ്ങിച്ചേ. സോ ഇവിടെ പറയുന്നത് ഇങ്ങനെ നാളെ നിങ്ങൾ എ ബി ലിമിറ്റഡിൻ്റെ ഷെയർ സെയിൽ ചെയ്യുന്ന നേരത്ത്, അല്ലെങ്കിൽ അമാൽഗമേറ്റഡ് കമ്പനിയുടെ ഷെയർ സെയിൽ ചെയ്യുന്ന നേരത്ത് അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് ഏത് കമ്പനിയുടെ ഷെയർസിന് എടുക്കാം? അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ ഷെയർസിന് എടുക്കാം. സിറ്റുവേഷൻ മനസ്സിലായോ? ഓക്കെ, ഇപ്പോൾ എ ലിമിറ്റഡ് മാറി എ ബി ലിമിറ്റഡ് ആയി. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് അവിടെ ഒരു ട്രാൻസ്ഫർ അല്ല, അവിടെ ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണ്ട. ആൻഡ് ദ നെക്സ്റ്റ് വൺ, എ ബി ലിമിറ്റഡിന്റെ ഷെയർ നിങ്ങൾ നാളെ സെയിൽ ചെയ്യുന്ന നേരത്തെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഏതാ? എ ബി ലിമിറ്റഡിന്റെ ഷെയർ അല്ല, അവിടെ നമ്മൾ കാശ് കൊടുത്തല്ല വാങ്ങിച്ചേ. സോ എ ലിമിറ്റഡിന്റെ ഷെയർസ് നിങ്ങൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിച്ചത് അത് തന്നെയാണ് ഏതാ? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് നാച്ചർ ഓഫ് അസറ്റ്സ്. അതായത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ കാലയളവല്ല നമ്മൾ നോക്കണേ, ഈ കാലയളവാണ് നോക്കണേ. ഓക്കെ, നോക്കി, to find whether the shares in the amalgamated company are long term or short term capital assets, the period of holding shall be calculated from the date when the shares in the amalgamating company were acquired. അതായത് എ ബി ലിമിറ്റഡിന്റെ ഷെയർസ് ആണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ പോലും അവിടെ ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ പീരീഡ് ഓഫ് ഹോൾഡിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എ ബി ലിമിറ്റഡിന്റെ ഷെയർ വിൽക്കുന്ന ഡേറ്റ് വരെ ഉള്ളതല്ല, എ ലിമിറ്റഡിന്റെ ഷെയർ വിൽക്കുന്ന ഡേറ്റ് വരെ ഉള്ളതാണ്. മനസ്സിലായി? ആൻഡ് ദ തേർഡ് വൺ, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എവിടുന്ന് മാത്രമേ കിട്ടുള്ളൂ? ഇവിടുന്ന് മാത്രമേ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് ഷെയർസ് എടുക്കുന്നതും പഴയ കമ്പനിയുടെയാ, ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ എന്ന് നോക്കുന്നതും പഴയ കമ്പനിയുടെയാ. പക്ഷേ ഇൻഡെക്സ് ചെയ്യുന്നത്, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ചെയ്യുന്നത് എവിടുന്നായിരിക്കും? എ ബി ലിമിറ്റഡിൽ നിന്നായിരിക്കും, പുതിയ കമ്പനിയുടെ ഷെയറിൽ നിന്നായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്? അമാൽഗമേഷൻ ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് അമാൽഗമേറ്റിംഗ് കമ്പനി. ഓക്കെ, സോ അമാൽഗമേഷൻ എന്താണെന്ന് പറഞ്ഞു, അമാൽഗമേഷൻ്റെ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞു, രണ്ട് സിറ്റുവേഷൻസ് വരുന്ന നേരത്തെ അതിനെ അമാൽഗമേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അമാൽഗമേഷൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റിനകത്ത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് അമാൽഗമേഷനും അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ ഷെയർസും. അവിടെ പറഞ്ഞത് അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അമാൽഗമേറ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആവുന്ന നേരത്ത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ഏതായിരുന്നു? അമാൽഗമേറ്റഡ് കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, അമാൽഗമേറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് അമാൽഗമേറ്റഡ് കമ്പനിയുടെ ഷെയർസ് ആയിരിക്കണം. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ട്രാൻസ്ഫർ അല്ല, അതിന് എന്ത് കൊടുക്കേണ്ട കാര്യമില്ല, ടാക്സ് ബെനിഫിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നാളെ നിങ്ങൾ ഈ അമാൽഗമേറ്റഡ് കമ്പനിയുടെ ഷെയർ സെയിൽ ചെയ്യുന്ന നേരത്ത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് അമാൽഗമേറ്റിംഗ് കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യണം. നമ്പർ 1. ഓക്കെ, ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ എന്ന് ട്രീറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് തന്നെയായിരിക്കും, അമാൽഗമേറ്റിംഗ് കമ്പനി തന്നെയായിരിക്കും. ആൻഡ് നമ്പർ 3, ഇൻഡെക്സേഷൻ കിട്ടുന്നത് അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ അല്ല, എന്നാണോ നിങ്ങൾക്ക് അമാൽഗമേറ്റഡ് കമ്പനിയുടെ ഷെയർസ് വാങ്ങിച്ചത് അന്ന് മുതലായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോണേ? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാൻ പോണേ. മനസ്സിലായോ? ഇനി പഠിക്കാനുള്ളത് അമാൽഗമേഷനും അമാൽഗമേറ്റിംഗ് കമ്പനിയും. ഓക്കെ, amalgamation and amalgamating company. As per section 47(6), any transfer in scheme of amalgamation of a capital asset by the amalgamating company to the amalgamated company is not treated as transfer, hence not liable to capital gain provided the amalgamated company is an Indian company.
സിറ്റുവേഷൻ മനസ്സിലായി? അതായത് അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന അസറ്റും ലൈബിലിറ്റീസും അമാൽഗമേറ്റഡ് കമ്പനിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെയും 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. കണ്ടീഷൻ നമ്പർ 1, അമാൽഗമേറ്റഡ് കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. എങ്ങനെയാ? അമാൽഗമേറ്റഡ് കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് വൺ നോക്കിയേ, ഇഫ് ദ അമാൽഗമേഷൻ ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ 2(1)(b) ആൻഡ് സെക്ഷൻ 47(6) then the exemption is not available. മനസ്സിലായി? അതായത് ഏതും കൂടെ നമ്മൾ അമാൽഗമേഷന്റെ 2 കണ്ടീഷൻസ് കൂടെ പറഞ്ഞായിരുന്നു. ഓൾ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, 75% ഷെയർ ഹോൾഡേഴ്സ് ഇൻ വാല്യൂ എന്നൊക്കെ പറഞ്ഞ 2 കണ്ടീഷൻസും കൂടെ പറഞ്ഞായിരുന്നു. അതും കൂടെ അങ്ങ് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. സോ at the time of amalgamation, അമാൽഗമേറ്റഡ് കമ്പനിയുടെ കൈവശമുള്ള അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസും അമാൽഗമേറ്റഡ് കമ്പനിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, അതിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കും വേണ്ട. 2 കണ്ടീഷൻസ്, അമാൽഗമേറ്റഡ് കമ്പനി ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, കൂടാതെ സെക്ഷൻ 2(1)(b) പ്രകാരം പറഞ്ഞിരിക്കുന്ന അമാൽഗമേഷന്റെ കണ്ടീഷൻസ് ഫോളോ ചെയ്തിരിക്കണം. കൺഫ്യൂഷൻ ആവുണ്ടോ ഈ അമാൽഗമേറ്റിങ്ങും അമാൽഗമേറ്റഡ് ഒക്കെ ആയിട്ട്? ഓക്കെ, ഒന്നോ രണ്ടോ തവണ ഒന്ന് കേട്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞിട്ടില്ല. ഇതിനകത്ത് തന്നെ ഫോറിൻ കമ്പനീസിന്റെ 2 ട്രീറ്റ്മെന്റും കൂടെ പറയുന്നുണ്ട്. അത് എന്താണെന്ന് കൂടെ നോക്കാം. ഓക്കെ, ആസ് പെർ സെക്ഷൻ 47(6)(a)(b), എനി ട്രാൻസ്ഫർ ഇൻ സ്കീം ഓഫ് അമാൽഗമേഷൻ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ബീയിങ് ഷെയർ ഓഫ് എ ഫോറിൻ കമ്പനി. എങ്ങനെയാ ട്രാൻസ്ഫർ ചെയ്യുന്നത്? എന്താ? ഷെയർ ഓഫ് എ ഫോറിൻ കമ്പനി വിച്ച് ഡിറൈവ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇറ്റ്സ് വാല്യൂ സബ്സ്റ്റാൻഷ്യലി ഫ്രം ദ ഷെയർ ഓർ ഷെയർസ് ഓഫ് ആൻ ഇന്ത്യൻ കമ്പനി. അതായത് ഷെയർസ് ഓഫ് ഫോറിൻ കമ്പനിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പക്ഷെ അതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യാനുള്ള കാരണം, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യാനുള്ള കാരണം ഏതാ? ഷെയർ ഓർ ഷെയർസ് ഓഫ് ഇന്ത്യൻ കമ്പനിയാണ്. ഹെൽഡ് ബൈ ദ അമാൽഗമേറ്റിംഗ് ഫോറിൻ കമ്പനി ടു ദ അമാൽഗമേറ്റഡ് ഫോറിൻ കമ്പനി. ഓക്കെ, എങ്ങനെയായിരുന്നു? If at least 25% of the shareholders of amalgamating foreign company continues to remain the shareholders of amalgamated foreign company. And the second one, such a transfer does not attract capital gain tax in the country in which the amalgamating company is incorporated. ഓർത്ത് വെക്കാനുള്ള എളുപ്പ വഴിയും കൂടെ പറഞ്ഞുതരാം. നേരത്തെ പഠിച്ചതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ദാറ്റ് മീൻസ് അവിടെ ഇന്ത്യൻ കമ്പനി ആവണം എന്ന് പറഞ്ഞ കണ്ടീഷൻസ് എന്തൊക്കെയാണോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇവിടെ ഫോറിൻ കമ്പനീസ് ആണ്. ഓക്കെ, ഇവിടെ ഫോറിൻ കമ്പനീസ് ആണ്. സോ അവിടെ 75% ഇൻ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇവിടെ നേരെ തിരിച്ച് 25% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ് പറഞ്ഞത്. അവിടെ അമാൽഗമേറ്റഡ് കമ്പനി ഇന്ത്യൻ കമ്പനി ആവണമെന്നാണ് പറഞ്ഞത്. ഇവിടെ അമാൽഗമേറ്റിംഗ് കമ്പനി എന്തായിരിക്കണമെന്നാണ് പറയണേ? ഇന്ത്യൻ കമ്പനി ആയിരിക്കണമെന്ന് പറയണേ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടെ പറയാം. ആസ് പെർ സെക്ഷൻ 47(6)(a)(b), എനി ട്രാൻസ്ഫർ ഇൻ സ്കീം ഓഫ് അമാൽഗമേഷൻ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ബീയിങ് എ ഷെയർ ഓഫ് എ ഫോറിൻ കമ്പനി. അതായത് അമാൽഗമേഷന്റെ സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കണം? ബീയിങ് എ ഷെയർ ഓഫ് ഫോറിൻ കമ്പനി, ഫോറിൻ കമ്പനിയുടെ ഷെയർ ആയിരിക്കണം. ഓക്കെ, ഹെൽഡ് ബൈ ദ അമാൽഗമേറ്റഡ് ഫോറിൻ കമ്പനി ടു ദ അമാൽഗമേറ്റഡ് ഫോറിൻ കമ്പനി if 2 കണ്ടീഷൻസ് എന്തൊക്കെയാ നോക്കി? 2 കണ്ടീഷൻസ് എന്തൊക്കെയാ? 25% of shareholders of the amalgamating foreign company continue to remain the shareholders of the amalgamated foreign company. അമാൽഗമേറ്റിംഗ് ഫോറിൻ കമ്പനിയുടെ 25% ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ് 25% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ അമാൽഗമേറ്റിംഗ് ഫോറിൻ കമ്പനി അമാൽഗമേറ്റഡ് ഫോറിൻ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയിരിക്കണം. നമ്പർ 1. നമ്പർ 2, എന്ത് ചെയ്യാൻ പാടില്ല? അമാൽഗമേറ്റിംഗ് കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അതിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ടാവാൻ പാടില്ല. അമാൽഗമേറ്റിംഗ് കമ്പനി ഇന്ത്യൻ കമ്പനി എന്നല്ല, സോറി അമാൽഗമേറ്റിംഗ് കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അതിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ടാവാനും പാടില്ല. ഇന്ത്യയിൽ ഇൻകോപ്പറേറ്റ് ചെയ്താൽ ഇന്ത്യൻ കമ്പനിയായി, ഇത് ഫോറിൻ കമ്പനിയാണ്. എൻ്റെ തെറ്റാ, ഞാൻ പറഞ്ഞതിൻ്റെ മിസ്റ്റേക്കാ. അമാൽഗമേറ്റിംഗ് കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന രാജ്യത്ത് അവിടെ ഇതിന് എക്സംഷൻ ഉണ്ടായിരിക്കും വേണം. മനസ്സിലായോ? ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഫോറിൻ കമ്പനി ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഫോറിൻ കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്തു. അങ്ങനെ അമാൽഗമേറ്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഫോറിൻ കമ്പനിയുടെ ഷെയർസ് ആണ്. പക്ഷേ ആ ഫോറിൻ കമ്പനിയുടെ ഷെയർസിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനിയുടെ ഷെയർസിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ 2 കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. എന്തൊക്കെയായിരുന്നു? അമാൽഗമേറ്റിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന 25% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് അമാൽഗമേറ്റിംഗ് വാല്യൂ അല്ല, അവിടെ 75% ഇൻ വാല്യൂ ആണ് പറഞ്ഞത്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഫോറിൻ കമ്പനി ആയതുകൊണ്ട് 25% ഇൻ വാല്യൂ, മനസ്സിലായി? 25% ഇൻ ഷെയർ ഹോൾഡേഴ്സ്, നമ്പർ 1. ആൻഡ് നമ്പർ 2,
ഏതാ അമാൽഗമേറ്റിംഗ് കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഇത്ര നേരം എല്ലാം പറഞ്ഞത് അമാൽഗമേറ്റഡ് കമ്പനി ഇന്ത്യൻ കമ്പനി എന്നാണ് പറഞ്ഞത് അല്ലേ. ഇവിടെ വന്നപ്പോൾ നേരെ തിരിച്ചായി അമാൽഗമേറ്റിംഗ് കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന രാജ്യത്ത് ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് ഉണ്ടാവാനും പാടില്ല. ദാറ്റ് മീൻസ് സച്ച് എ ട്രാൻസ്ഫർ ഡസ് നോട്ട് അട്രാക്ട് ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദ കൺട്രി ഇൻ വിത്ത് ദ അമാൽഗമേറ്റിംഗ് കമ്പനീസ് ഇൻകോപ്പറേറ്റഡ്. ആ ഏത് രാജ്യത്താണ് അമാൽഗമേറ്റിംഗ് കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ആ രാജ്യത്ത് ഈ ട്രാൻസ്ഫറിന് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാനും പാടില്ല. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ ഈ പറയുന്ന പോലെ ഒരു ഫോറിൻ കമ്പനി വേറൊരു ഫോറിൻ കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്യുന്ന നേരത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഷെയർസ് മനസ്സിലായോ? പറയട്ടെ. ഓക്കെ. As per section 47(6)(ab), any transfer in scheme of amalgamation of a capital asset being a share of a foreign company which derives directly or indirectly its value substantially from the share or shares of an Indian company held by the amalgamating foreign company to the amalgamated foreign company. This exemption ആണ്. If at least 25% of the shareholders of the amalgamating foreign company continue to remain the shareholders of the amalgamated foreign company and such a transfer does not attract on capital gain in country in which the amalgamating company is incorporated. മനസ്സിലായോ? Okay, section 47(6)(a). അടുത്തത് നെക്സ്റ്റ് വൺ പറയുന്നത് 47(6)(a). ഇതേ സാധനം തന്നെ, ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന ഫോറിൻ കമ്പനിയുടെ സാധനം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഓക്കെ. ആസ് പെർ സെക്ഷൻ 47(6)(a), എനി ട്രാൻസ്ഫർ ഇൻ സ്കീം ഓഫ് അമാൽഗമേഷൻ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ബീയിങ് എ ഷെയർ ഓർ ഷെയർസ് ഹെൽഡ് ബൈ ആൻ ഇന്ത്യൻ കമ്പനി by the amalgamating foreign company to the amalgamated foreign company is not treated as transfer. അതായത് നേരത്തെ പറഞ്ഞത് ഫോറിൻ കമ്പനിയുടെ ഷെയർ ആണ്, പക്ഷെ അതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് ആര് കാരണമാണ്? ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ കാരണമാണ്. പക്ഷെ ഇവിടെ പറയുന്നത് നേരെ തിരിച്ചാ, ഫോറിൻ കമ്പനിയുടെ ഷെയർ അല്ല. അമാൽഗമേറ്റിംഗ് ഫോറിൻ കമ്പനി അമാൽഗമേറ്റഡ് ഫോറിൻ കമ്പനി ആയിട്ട് മാറുന്ന നേരത്ത് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ആണെങ്കിൽ മനസ്സിലായോ? സോ 47(6)(a)ക്കകത്ത് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ആണ്. 6(a)(b)ക്കകത്ത് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫോറിൻ കമ്പനിയുടെ ഷെയർ തന്നെയാണ്, പക്ഷെ അതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് ഏതിന്റെ വാല്യൂ പ്രകാരമാണ്? ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഇന്ത്യൻ ഷെയർസിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസിന്റെ വിലയായിട്ട് അനുപാതികമായിട്ടാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിന്റെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. രണ്ടവിടെയും പറയുന്ന കണ്ടീഷൻസ് സെയിം ആണ്. 25% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഫോറിൻ കമ്പനി അമാൽഗമേറ്റിംഗ് ഫോറിൻ കമ്പനി 25% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അമാൽഗമേറ്റിംഗ് ഫോറിൻ കമ്പനിയുടെ അമാൽഗമേറ്റഡ് ഫോറിൻ കമ്പനിയിലോട്ടാണ്. നമ്പർ 1 ആൻഡ് നമ്പർ 2. പിന്നെ പറഞ്ഞാൽ എന്താ? ഈ പറയുന്നത് പോലെ അമാൽഗമേറ്റിംഗ് കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഈ ക്യാപിറ്റൽ ഗെയിന് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ ഗെയിന് എക്സംഷൻ ഉണ്ടായിരിക്കണം. മനസ്സിലായി? സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഏതൊക്കെയാ? 47(7) പറഞ്ഞായിരുന്നു. 47(7) അല്ലേ? അമാൽഗമേഷനും ഷെയർ ഹോൾഡേഴ്സ് ഓഫ് അമാൽഗമേറ്റിംഗ് കമ്പനി. ഇനി പഠിച്ചത് 47(6) പറഞ്ഞു, 6(a) പറഞ്ഞു, 6(ab) പറഞ്ഞു. 6 എന്താ പറഞ്ഞേ? ക്യാപിറ്റൽ ഗെയിൻ അമാൽഗമേഷൻ കമ്പനിയും അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ ഈ അസറ്റും കാര്യങ്ങളും സെയിൽ ചെയ്യുവാണെങ്കിൽ അവിടെ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയാ? അമാൽഗമേറ്റഡ് കമ്പനി ഇന്ത്യൻ കമ്പനി ആയിരിക്കണം അല്ലേ? കൂടാതെ എന്ത് ചെയ്യണം? ആ പറയുന്ന അമാൽഗമേഷന്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. 47(6). 6(a)ക്കകത്ത് പറഞ്ഞാൽ എന്താ? ആ ഫോറിൻ കമ്പനീസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ആണ്. 6(a)ക്കകത്ത് പറഞ്ഞാൽ എന്താ? ഫോറിൻ കമ്പനിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പക്ഷേ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫോറിൻ കമ്പനിയുടെ ഷെയർ തന്നെയാണ്, പക്ഷെ അതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ത്യൻ കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായോ? അത്രയും അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഓക്കെ. സോ അമാൽഗമേഷൻ എന്താണെന്ന് പറഞ്ഞു, അമാൽഗമേഷന്റെ രണ്ട് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അമാൽഗമേഷൻ അല്ല എന്ന് പറയണേന്ന് പറഞ്ഞു. പിന്നെ പഠിച്ചത് അമാൽഗമേഷന്റെ ടാക്സ് എഫക്റ്റ് ആണ്. അമാൽഗമേഷനും ഷെയർ ഹോൾഡേഴ്സ് ഓഫ് അമാൽഗമേറ്റിംഗ് കമ്പനിയും നോർമൽ കേസിനകത്ത് അത് ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞായിരുന്നു. ഇനി ഭാവിയിൽ അത് അവർ സെയിൽ ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? അമാൽഗമേറ്റഡ് കമ്പനി ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. അങ്ങനെ രണ്ട് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഈ അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ നിന്ന് അമാൽഗമേറ്റഡ് കമ്പനിയിലോട്ട് ആവുന്ന നേരത്തുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഭാവിയിൽ അത് സെയിൽ ചെയ്യുന്ന നേരത്ത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ എടുക്കാം, പീരീഡ് ഓഫ് ഹോൾഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തും അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ എടുക്കാം, ഇൻഡെക്സേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് എടുക്കാം? അമാൽഗമേറ്റഡ് കമ്പനിയുടെ എടുക്കാം അല്ലേ? ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിച്ചത് 6(a), 6(ab). ഓക്കെ. അവിടെ എന്തൊക്കെയാ പറഞ്ഞേ? ആലോചിക്കേ. അമാൽഗമേറ്റിംഗ് കമ്പനി അമാൽഗമേറ്റഡ് കമ്പനിയിലോട്ടാവുന്ന നേരത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ പഠിച്ചത് ഈ പറയുന്ന പോലെ ഷെയർസിന്റെ കേസാണ്. രണ്ട് ഫോറിൻ കമ്പനിയാണ്. അവിടെ ആദ്യം പറഞ്ഞത് 6(a)ക്കകത്ത് പറഞ്ഞത് ഫോറിൻ കമ്പനി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഷെയർസ് ഓഫ് ഇന്ത്യൻ കമ്പനിയാണ്.
ബിക്കകത്ത് പറഞ്ഞത് ഷെയർസ് ഓഫ് ഫോറിൻ കമ്പനി തന്നെയാണ്, പക്ഷെ അതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് ഏത് കാരണമാണ്? ഇന്ത്യൻ കമ്പനിയുടെ ഷെയർസിൻ്റെ വാല്യൂ കാരണം. അവിടെ രണ്ട് കണ്ടീഷൻസ്, ആ ഫോറിൻ കമ്പനി ആണെങ്കിൽ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞായിരുന്നു. അത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. അവിടെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. അവിടെ 75% ഇൻ വാല്യൂ ആണെങ്കിൽ ഇവിടെ 25% ഓഫ് ഷെയർ ഹോൾഡേഴ്സാണ് അല്ലേ. കൂടാതെ അവിടെ അമാൽഗമേറ്റഡ് കമ്പനിയൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. അമാൽഗമേറ്റിംഗ് കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന രാജ്യത്ത് ഈ ട്രാൻസ്ഫറിന് ടാക്സിൻ്റെ എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അമാൽഗമേഷനുമായിട്ട്, ഈ അമാൽഗമേഷനും ഷെയർ ഹോൾഡേഴ്സ് ഓഫ് അമാൽഗമേറ്റിംഗ് കമ്പനിയും അമാൽഗമേറ്റിംഗ് കമ്പനിയും നമ്മൾ നോക്കാറുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് അമാൽഗമേറ്റഡ് കമ്പനിയുടെ നോക്കാം.